അത് ക്യാബേജ് തോരനാണ് വെക്കുന്നത്. അപ്പോൾ ക്യാബേജിനകത്ത് നമ്മൾ ചട്ടിയടപ്പത്ത് വെച്ച് കടുകിട്ട് അതിനുശേഷം ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, സവോള ഇതെല്ലാം കൂടി അരിഞ്ഞിട്ട് അതിനകത്തേക്ക് സ്വല്പം തേങ്ങ, ജീരകം, നല്ല ജീരകം, പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സിക്കകത്തിട്ടൊന്ന് പതുക്കെ ചതച്ചെടുത്ത് എന്നിട്ട് കടുക് തളിച്ചതിനകത്തേക്ക് ഇട്ട് ഇത് ഇവിടെ തട്ടിപ്പൊത്തി വെക്കുമെന്ന് പറയുന്നത് ഇങ്ങനെ വേണ്ട. ഇങ്ങനെ വെച്ച ശേഷം ഇതവിടെ ഇരുന്ന് വേഗട്ടെ. നേരിയ തീറ്റയായിട്ടാണ് കിടക്കുന്നത്. ഇതൊരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മടക്കി നോക്കാം. മൂടി വെക്കട്ടെ കേട്ടോ. ക്യാബേജ് തോരാൻ റെഡിയായേ. അടുത്തതൊരു ഇറച്ചിക്കറി വെക്കാൻ പോവുകയാണേ, ബീഫ്. അപ്പോൾ അത് തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. അതിനകത്ത് തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി, നല്ല പെരുംജീരകം. ഇതിനകത്ത് ഇപ്പം ഞാൻ പെരുംജീരകം ഇട്ടിട്ടില്ല, പെരുംജീരകം അവസാനം ഇടുള്ളൂ. സാധനങ്ങളെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ചുമക്കെ വറുത്തെടുക്കണം. വറവലാവട്ടെ. തേങ്ങ നല്ല കളർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പെരുംജീരകപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്ര സാധനം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കരിയരുത് കേട്ടോ ഇതിടുമ്പോഴത്തേക്കും. എന്നിട്ട് ആറിക്കഴിയുമ്പോൾ നമുക്കത് വറുത്തരച്ചെടുക്കാം. ചട്ടിയടുപ്പത്ത് വെച്ച് ചീനച്ചട്ടിയടുപ്പത്ത് വെച്ച് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്. അതിനകത്ത് കുളിച്ചുള്ളതൊന്ന് ഇതാവട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. തേങ്ങ വറുത്ത് വെച്ച അരപ്പില്ലേ, അതിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ നോക്കണം. ഇത് വെളുത്തിരിക്കേണ്ടതാവും കേട്ടോ. ഇത് സ്വല്പം വെള്ളം ചേർത്താണ് അരച്ചത്, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. ഇത് പറ്റിക്കഴിയുമ്പോഴത്തേക്കും കളർ വന്നോളും. ഉപ്പില്ല. ഇടാൻ മറന്നുപോയതാണ്. ഇറച്ചി വെച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് കറക്റ്റാണ്. ഇനി ചോറ് ചൂടാക്കാൻ വെക്കാവേ. ഇതാ പറഞ്ഞല്ലേ, ഞാൻ ഒരുമിച്ച് ചോറ് വെക്കും കുറേ ദിവസത്തൊക്കെ ഉള്ളത്. ഇത് ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് ആവശ്യമുള്ള മാത്രം ഞങ്ങൾ എടുക്കുകയുള്ളൂ. അത്രയും ചോറ് മതി ഉച്ചക്കത്തേക്ക്. ബാക്കിയുള്ള ഞാൻ കൊണ്ടിട്ട് വെക്കാൻ പോകണം. അപ്പോൾ ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇതിനകത്തേക്ക് ഇടണം. മല്ലിയിലൊക്കെ കഴുകി വെച്ചിരിക്കണതാണ് കേട്ടോ, അങ്ങനെ തന്നെ എടുത്തിടുകയല്ല. ഇതിനകത്തേക്ക് തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കുഞ്ഞു തക്കാളിയുടെ പകുതി, അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടി ഒന്ന് വെന്തോട്ടെ. ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി നമുക്കതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. സെർവിങ് ഡിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് സെർവിങ് ഡിഷൊന്നും എനിക്കില്ല. കൂടെ ഉള്ളത് സ്റ്റീലിൻ്റെ കുറച്ച് പാത്രങ്ങളാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ പ്ലീസ്. മറന്നു പോകരുത് ആരും.